ഇഡി സമൻസുകൾ റദ്ദാക്കണമെന്ന തോമസ് ഐസക്കിന്റെയും കിഫ്ബിയുടെയും ഹർജികളിൽ ഇന്ന് അന്തിമവാദം. മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കും കിഫ്ബി സിഇഒ കെ എം എബ്രഹാം, ജോയിന്റ് ഫണ്ട് മാനേജർ ആനി ജൂല തോമസ് എന്നിവരാണ് എൻഫോഴ്സ്മെന്റ് അന്വേഷണം ചോദ്യം ചെയ്തുള്ള ഹർജി നൽകിയത്. ഇഡി സമൻസ് റദ്ദാക്കണമെന്നാണ് ഹർജിക്കാർ ആവശ്യപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട ഇഡി അന്വേഷണം ആരംഭിച്ചത് 2021 മാർച്ച് മാസത്തിലായിരുന്നു. 2 പരാതികളിലാണ് ഇഡി അന്വേഷണം ആരംഭിച്ചത്. കിഫ്ബിയിലെ മസാല ബോണ്ട് ധനസമാഹരണത്തിൽ ഫെമ നിയമലംഘനം ഉണ്ടായെന്നും 2019 CAG റിപ്പോർട്ടിൽ കിഫ്ബിയുടെ മസാല ബോണ്ട് ഭരണഘടനാ വ്യവസ്ഥകൾ പാലിക്കാതെയാണെന്നുമായിരുന്നു പരാതി. സംസ്ഥാനത്ത് 1-2 വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്ക് ഇന്ന് തുടക്കം. 4,25,361 വിദ്യാർത്ഥികൾ ഒന്നാം വർഷ പരീക്ഷയും 4,42,067 വിദ്യാർത്ഥികൾ രണ്ടാം വർഷ പരീക്ഷയും എഴുതും. ആകെ പരീക്ഷാ കേന്ദ്രങ്ങളുടെ എണ്ണം 2023 മാർച്ച് 30 പരീക്ഷ അവസാനിക്കും. വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 389 കേന്ദ്രങ്ങളിലായി ഒന്നാം വർഷത്തിൽ 28,820 രണ്ടാം വർഷത്തിൽ 30,740 വിദ്യാർത്ഥികളും ആണ് പരീക്ഷ എഴുതുന്നത്.